ഹലോ ഫ്രണ്ട്സ്, നമ്മളെ സിറാജ് ഖാനെ കാണാൻ വേണ്ടി ഞാൻ ഓരോ വീട്ടിൽ പോയി. അന്നേരം പറഞ്ഞു ഇടിയില്ല, ചെങ്ങായിയുടെ അടുത്ത് പോയിന്. ഇക്കാനി നോക്കി ഓരോ ചെങ്ങായിയുടെ പുരക്ക് പോയി നോക്കുമ്പോൾ പുറത്തുനിന്ന് പുള്ളർ കളിക്കുന്നു. പുള്ളറോട് ചോദിച്ചു സിറാജ് ഖാനെ കണ്ടിനാ. പുള്ളർ പറഞ്ഞ് കുറച്ച് നേരത്തെ ഇങ്ങോട്ട് വന്ന് എനിക്ക് അതിലേ അങ്ങ് നടന്നു പോയി. അത് കേട്ടപാട് ഇക്കാനി നോക്കി ഞാൻ നടന്നോടി. എനിക്ക് അർജന്റായിട്ട് സിറാജ് ഖാനെ കാണാൻ വേണ്ടി റോട്ടുമേലെ ഓടി നടക്കുമ്പോൾ നളിനേച്ചി എവിടെയോ പോകുന്നു. തലമേലൊരു കെട്ടുണ്ട്. നളിനേച്ചിനോട് ചോദിച്ചു സിറാജ് ഖാനെ കണ്ടിനാ. ഏച്ചി പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്നോട് ചോദിച്ചു നീ എങ്ങോട്ട് പോകുന്നു. ഞാൻ പറഞ്ഞു ഇക്കാനി നോക്കി പാലത്തിന്റെ അങ്ങോട്ട്. അങ്ങനെയാണെങ്കിൽ എന്റെ തലമേലുള്ള കെട്ടൊന്നും എടുക്കുക, എനിക്ക് ബസ്സിന് പോകാനാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കെട്ടെടുത്ത് തലമേൽ വെച്ച് ഇക്കാനി നോക്കി പാലത്തിന്റെ അങ്ങോട്ട് പോയി. നളിനേച്ചി എന്റെ ബേക്കിൽ തന്നെ വന്ന് പാലത്തിന്റെ അടി എത്തിയിട്ടുണ്ട്. എന്നെ ഒരാൾ ബേക്കെന്ന് വിളിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ അങ്കമ്പാടി ടീച്ചർ എന്നോട് ചോദിച്ചു എന്തെല്ലാം മോനെ സുഖം തന്നെയാണ്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ നല്ല തന്നെ ടീച്ചറേ. ഞാൻ എന്നിട്ട് എന്റെ കൈമുള്ള കെട്ട് നളിനേച്ചിക്ക് തന്നെ കൊടുത്ത്. അന്നേരം ബസ് വരുന്നു. ഞാൻ എനിക്ക് ബസ്സിലല്ല സിറാജിക്കുണ്ടാ നോക്കി. നമ്മളെ കണ്ടക്ടറോടും ചോദിച്ചു. ഓൻ എൻ്റെ കൂടെ പഠിച്ചാന്ന്, എൻ്റെ ചെങ്ങായിയാന്ന്. ബസ്സിലൊന്നും സിറാജിക്കില്ലാന്ന് ഓൻ എന്നോട് പറഞ്ഞു. ബസ്സിൽ വേറെ ഒരുപാട് ആൾ കയറാൻ കാത്തിക്കുന്നുണ്ട് കേട്ടാ. ഞാൻ എനിക്ക് അവിടെ നേരെ തിരിച്ചു വന്ന് വരുന്ന ബൈക്ക് ഒരു ചായപ്പൊടി ഉണ്ട്. അവിടെ കയറി നോക്കിയാൽ ആടെയും കാണുന്നില്ല. ഞാൻ എനിക്ക് നമ്മളെ ബോട്ടിയാട്ടിക്ക് പോയി നോക്കി, ആടെയും കാണുന്നില്ല. നടന്ന് ക്ഷീണിച്ച് ഞാൻ കുറച്ച് സമയം ആടെ ഇരുന്ന് എനിക്ക് പോയാലെ വെള്ളം കൊണ്ട് മുഖം കഴുകി. നോക്കുമ്പോണ്ട് ദൂരത്താരോ തോണി കൊണ്ടുവരുന്നു. അല്ലാ നമ്മളെ സിറാജിക്കാ. ഞാൻ എന്റെ കൈ കൊണ്ട് ഇക്കാ ഇങ്ങ് വാന്ന് പറഞ്ഞ് മാടി വിളിച്ച്. ഇക്കാനോട് ചോദിച്ചു എന്നാ മോനെ എന്നാ കാര്യം പറ. ഞാൻ പറഞ്ഞു ഇക്ക ജൂൺ 2 നടുവിലുള്ള കലീലിക്കാരമോ ഫജറിന്റെ മങ്ങലാന്ന്. ആ മംഗലത്തിന് ഇക്കൊരു വിഷു പറയണോ. ഇക്ക ചോദിച്ചു ഓനോടെ കെട്ടുന്നു. ഞാൻ പറഞ്ഞു ചെമ്പന്തൊട്ടിലെ നസീമാന്റെ മോള് ഷിറിനിയാന്ന്. അന്നോട് ഇക്ക പറയാന്നേ ഈ വരുന്ന ജൂൺ 2 മംഗലം കഴിക്കാൻ പോകുന്ന ഫജറിനും ഷിറിനും എന്റെ എല്ലാവിധ മംഗലാശംസകളും. അപ്പം മംഗലത്തിന് വിളിച്ച എല്ലാരും മംഗലത്തിന് വരാൻ മറക്കല്ലേട്ടാ.